അമ്മേ ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ എന്താ സംഭവം അറിയില്ല. ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പണം കട്ടെടുത്ത ഒരു MLA ആണ് യൂത്ത് കോൺഗ്രസിന് നേതൃത്വം കൊടുത്തിരുന്നത്. അത് അത്രയും വൃത്തികെട്ട റോള് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഡിവൈഎഫ്ഐക്കെതിരെ ഇല്ലാ കഥ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ BJPക്ക് കൂട്ടുനിന്നയാളാണ്. പച്ചക്കള്ളം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാവ് കേരളത്തിൽ വന്നു പറയാൻ പാടുള്ള കാര്യമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂട്ടുനിന്ന ആളാണെന്ന്? ആഞ്ജനേയ സ്വാമി. എന്താണ് യഥാർത്ഥ വസ്തുത? ഛത്തീസ്ഗഡിൽ ഈ മതസ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനായ അജിത് ജോഗി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടുനിന്നത് BJPക്ക് കൂട്ടുനിന്നത് RSS ആണ്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇവിടെ എല്ലാം പറയുന്നത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് രണ്ടുപേരിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ശരി, ജോർജ് പൊടിപാറ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഒറ്റ ചോദ്യം ശ്രീജ, സോണിയാഗാന്ധിയെ കുറിച്ച് CPM പറയുന്നതിനോട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ യോജിപ്പില്ലാന്ന് പറയട്ടെ. നീ കേക്ക്, ഇപ്പൊ വേണ്ട സമയം കുറച്ച് നീ കേക്ക്, ഇവൻ പറയട്ടെ, അപ്പൊ നിന്റെ സമയം. അഖിലേന്ത്യാ CPM കമ്മിറ്റിക്ക് 93 ലക്ഷം മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ നിങ്ങൾ പിരിച്ചത് മുഴുവൻ നിങ്ങൾ ശാപ്പറടിച്ചോ? നിങ്ങൾ ശാപ്പറടിച്ചോ? ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. വാങ്ങിയ പണം അഖിലേന്ത്യാ CPM കമ്മിറ്റിക്ക് 93 ലക്ഷം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കഴിവില്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾ അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് പറഞ്ഞിട്ടുണ്ടോ? കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് പെൺകുട്ടിയിൽ നിന്ന്? എന്താ നിങ്ങളുടെ ഏത് പെൺകുട്ടിയിൽ നിന്ന്? ഏത് പെൺകുട്ടിയിൽ നിന്ന്? ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ചേർത്തേന്റെ പണം അടിച്ചു മാറ്റിയ DYFIക്കാരാ. 20 കോടി രൂപയിൽ 15 കോടി രൂപ 10 മാസക്കാലം അക്കൗണ്ടിലിട്ട് 1.25 കോടി രൂപ പലിശ വാങ്ങി പിടിക്കിയത് DYFIക്കാരാ. രണ്ട് വ്യാജ ചെക്കുണ്ടാക്കി നിങ്ങൾ എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കുന്ന കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ചർച്ച ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല. രണ്ടുപേർ കൂടി ഈ പാനലിലുണ്ട്. അവരോട് നിങ്ങൾ അല്പം ബഹുമാനം കാണിക്കണം. ദയവേദി എനിക്ക് അവർക്ക് ഓരോ മിനിറ്റ് വെച്ച് കൊടുക്കണം. ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദയവ് ചെയ്ത് ഈ പാനലിലുള്ള രണ്ടുപേർക്ക് നിങ്ങൾ അവസരം കൊടുക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേർക്ക് അവസരം കൊടുക്കണം. കാട്ടുകള്ളന്മാർ നിങ്ങൾ ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ മോഹൻ വർഗീസ്, ഒരൊറ്റ ചോദ്യം മാത്രം നിങ്ങളോട് രണ്ടുപേരോടും കൂടി ഒരൊറ്റ ചോദ്യം ചോദിക്കാം. പറയിപ്പിക്കും ജനങ്ങൾ ശ്രീ ജിൻഡോ, ശ്രീ സുരേഷ്, നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്തൊന്ന് സഹകരിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിണറായി ശ്രീ ജിൻഡോ, ശ്രീ സുരേഷ്, നിങ്ങൾ ദയവ് ചെയ്ത് എന്നോടൊന്ന് സഹകരിക്കൂ. റോളാണ് അല്ലെങ്കിൽ ഞാൻ ശ്രീ ജോർജ് പൊടിപാറയോടും ശ്രീ മോഹൻ വർഗീസിനോടും എനിക്ക് ചോദിക്കാനുള്ളത് ഈ തർക്കങ്ങൾക്കപ്പുറത്ത് കൃത്യമായി ഒരു നിറഞ്ഞു നിൽക്കുന്ന മാവിൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വഴിയെ പോകുന്നവരും വരുന്നവരും ഒക്കെ കല്ലെറിയും എന്ന ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇവിടെ വന്ന നിഷ്പക്ഷ നിരീക്ഷകരും രാഷ്ട്രീയ പ്രതിനിധികളും ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി കല്ലെറിയാനുള്ള വ്യഗ്രത കാട്ടുന്നത്. ഇവിടെ നിരീക്ഷകരായിട്ടുള്ള ആളുകളടക്കം രാഹുൽ ഗാന്ധി എന്തോ വലിയ പടക്കത്തിന് തിരികൊളുത്തി എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് ദേശീയ തലത്തിൽ പോലും വലിയ കോട്ടം ഈ ഇവിടുത്തെ പ്രസംഗത്തോടു കൂടി സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം പറയേണ്ടത് എന്താണ്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് പല ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള
അദ്ദേഹത്തിന്റെ അമ്മയോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്കൊപ്പം സ്വർണം കട്ടവനും വിറ്റവനും കൂട്ടുനിന്നവനുമൊക്കെ ഒറ്റ ഫ്രെയിമിൽ വന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് AICCക്ക് നാളെ വരെ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ AICCക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊടിപ്പാറ സാറിനെ പോലുള്ള ആളുകളുടെ ഇതൊരു നടക്ക് പോണ മാതിരില്ല. സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. നിങ്ങൾ പോറ്റി സ്വർണം കട്ട കേസ് അറിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അത് നിങ്ങൾ മാറ്റണം. ഇനി അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് അങ്ങേക്ക് എങ്ങനെ അറിയാം? ഒന്ന് ക്ഷമിക്കൂ. നിങ്ങളെ സൈക്കോളജിക്കൽ മൂവ് ഉണ്ടല്ലോ, അദ്ദേഹം മാറ്റണം. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 28-ാം തീയതി ആ ഫോട്ടോയെ പറ്റിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇത് വലിയ മാറണായില്ലോ. ആ ഫോട്ടോയെ പറ്റി മാത്രമേ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ശ്രീ സുരേഷ് കുമാർ പറഞ്ഞോളൂ. ശ്രീ സുരേഷ് കുമാർ അങ്ങ് പറഞ്ഞോളൂ. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. പിണറായി വിജയന്റെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? രാജു എബ്രാഹിമിന്റെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? കടകംപള്ളിയുടെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? മുസ്ലിം ലീഗ് ഇയാൾ മുസ്ലിം ലീഗ് 44 കോടി രൂപ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നിങ്ങൾ പറഞ്ഞത് തിരുത്തണം. സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് തിരുത്തണം. സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തിരുത്തിട്ട് പോയാൽ മതി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സോണിയാഗാന്ധിയെ കുറിച്ച് പറയാൻ സമ്മതിക്കില്ല. ഡോക്ടറെ ഒന്ന് ഊഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ. ആ അഭ്യാസം വേണ്ട. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ പത്മകുമാറും വാസു എന്തിനാ ജയിലിൽ കിടന്നേ? ശബരിമല സ്വർണ്ണം കെട്ടല്ലേ? സോണിയാഗാന്ധിയുടെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.